രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ടൊവിനോ തോമസ് ചിത്രം പള്ളിച്ചട്ടമ്പി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും ആ ദിന വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. വിഷു സ്പെഷ്യലായിട്ട് ചിത്രം ഇന്നലെയായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. മികച്ച കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ഓപ്പണിംഗ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബുക്കിംഗ് സ്വന്തമാക്കിയ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 2,97,00,000 രൂപയോളം, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 6 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായങ്ങളാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. എങ്കിലും മികച്ചൊരു മുന്നേറ്റം തന്നെ ചിത്രം കാഴ്ചവെച്ചപ്പോൾ രണ്ടാം ദിനമായിട്ടുള്ള വ്യാഴാഴ്ച ദിവസം ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ ഒരു തണുപ്പൻ പ്രതികരണം മാത്രമാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 2 കോടിക്കടുത്തുള്ള ഒരു തുക മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? ടൊവിനോയുടെ കരിയറിലെ മികച്ചൊരു ചിത്രമായിട്ട് മാറുന്ന പ്രേക്ഷകർ പ്രതീക്ഷിച്ച ചിത്രമായിരുന്നു പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറുമോ, ബോക്സ് ഓഫീസ് വിജയമായിട്ട് മാറുമോ എന്നൊക്കെ വരും ദിവസങ്ങളിലൂടെ കണ്ടു തന്നെ അറിയാം. അപ്പോൾ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.